വിവാഹം, മരണാനന്തര ചടങ്ങുകൾ, ആശുപത്രി, തീർത്ഥാടന കേന്ദ്രങ്ങൾ, ശബരിമല ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അങ്ങേയറ്റം സമാധാനപരമായ ഒരു പ്രതിഷേധത്തിന് ഹർത്താലായിരിക്കും. പക്ഷേ അദ്ദേഹം ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ഒരു സംഘർഷമുണ്ടാക്കി, ഒരു സംഘർഷ ഭൂമിയാക്കി എടുക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് സ്വഭാവം അറിയാമല്ലോ. മുട്ടായി തെരുവിലൂടെ ഇറങ്ങി അദ്ദേഹത്തിനൊരു സംഘർഷ അന്തരീക്ഷം കേരളത്തിലുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എടുക്കട്ടെ. നല്ല ശക്തമായ പ്രതിഷേധമായിരിക്കും. അതിനപ്പുറമായി വരുന്നില്ല. അതൊന്നുമില്ല. അത് പരിപാടി ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. അവരുടെ പരിപാടി അവരുടേതായി നടത്തണം. പക്ഷെ അവർ സഹകരിച്ചുകൊണ്ട് നിലപാടെടുക്കണം. എന്ത് അവർ വലിയ നിലയിൽ ആൾക്കൂട്ടം ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായി അവരോട് സംഘർഷം ഉണ്ടാക്കാൻ അവർ പറഞ്ഞല്ലോ, ഞങ്ങളൊരു ഹാളിലാണ് പരിപാടി നടത്തുന്നത്. ഞങ്ങൾക്ക് മർച്ചൻ്റ് അസോസിയേഷൻ്റെ പരിപാടിയെ തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യമില്ല. ഇത്തരമൊരു സംരംഭം ആ സംഘടന സ്വീകരിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അവരുടെ സംഘടനയ്ക്കകത്ത് നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ 5 ലക്ഷം രൂപ കൊടുക്കുന്ന ജീവകാരുണ്യപരമായ പ്രവർത്തനമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് CPM-നും LDF-നുള്ളത്. ആ ജീവകാരുണ്യപരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണല്ലോ ഇപ്പം മാത്യുവിൻ്റെ കുടുംബങ്ങളെ സഹായിക്കാൻ ഞങ്ങളെടുത്ത്. അതുകൊണ്ട് ഏതൊരു സംഘടന നടത്തുന്ന ജീവകാരുണ്യപരമായ പ്രവർത്തനത്തിലൂടെ എല്ലാം സഹാനുഭൂതിയോടും പറ്റുന്ന സഹായം ചെയ്യുന്നതിന് ഞങ്ങൾ നിലപാടുള്ളൂ. അതുകൊണ്ട് അവരുടെ പരിപാടിക്ക് അനുകൂലപ്പെടുത്തുന്ന ഒരു നിലപാടെടുക്കുക. അവർ തന്നെ പറഞ്ഞ ഞങ്ങളൊരു ഹാളിലാണ്, അവർ നടത്തിട്ട് അവരുടെ പരിപാടി നടത്തണം. അവരുടെ വാഹനങ്ങൾ അവരിപ്പോൾ ഏതെങ്കിലും ആളുകൾ പ്രചരിപ്പിക്കുന്ന അവരുടെ വാഹനങ്ങൾ തടയുന്നതിനൊന്നുമില്ല. അവർ സഹകരിക്കുക. അവർ ഞങ്ങളുമായി തർക്കമില്ലല്ലോ. ഈ വിഷയം ഉണ്ടായ ഭൂവിനിയോഗ നിയമം പാസ്സായാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളായി പോകുന്നത് ഈ ഇടുക്കി ജില്ലയിലെ വ്യാപാരി സമൂഹമാണ്. പക്ഷേ ആ സമൂഹം മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാൻ അവരിൽ ചില ആളുകൾ തയ്യാറായിട്ടില്ല. MP ഇപ്പം ആരുടെ രാജ്യത്ത് ഏതെല്ലാം സംരക്ഷണം കൊടുക്കുന്നുണ്ട്? MP സംരക്ഷിക്കാത്ത വല്ല കാര്യമുണ്ട്? പുള്ളി ഇപ്പോഴല്ലേ സംരക്ഷണം ഉണ്ടാക്കിയിട്ടത്? ഇവിടെ അരിക്കൊമ്പനെ ചവിട്ടിക്കൊന്നു. അരിക്കൊമ്പൻ 14 ആളുകളെ ചവിട്ടിക്കൊന്നു. MP-യുടെ ഏതെങ്കിലും ഉള്ളൊരു നിലപാട് സ്വീകരിച്ചോ? ഞാൻ സൂചിപ്പിച്ചത് അതിനുശേഷം പാർലമെൻറ്റ് നടപടി സമ്മേളനം നടത്തിയല്ലോ. 14 ആളുകളെ കൊലപ്പെടുത്തിയല്ലോ. അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് നിലപാടെടുത്തല്ലോ. ആ ലോകസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട MP തയ്യാറായോ? ഈ ജില്ലയിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടല്ലോ. ഒരു സ്വകാര്യ ബില്ലെങ്കിലും പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംരക്ഷണമാണ്. അതിനെ ഞങ്ങൾ എങ്ങനെ കാണുന്നുള്ളൂ. പിന്നെ അദ്ദേഹത്തെ നയിക്കുന്നതെന്ന് പറഞ്ഞത് ഇവിടെ കാർഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട ചില ആളുകളുടെ പ്രേതം അദ്ദേഹത്തെ ഇപ്പോഴും തുടരുന്നുണ്ട്. അത് ബാധിച്ചിട്ടുള്ളൊരാളാണ്. അതിൻ്റെ ഭാഗമാണല്ലോ കാർഗിൽ കൊണ്ടുവന്ന് കാർഗിൽ പൈസ കിട്ടിയത് PT തോമസ് ഫൗണ്ടേഷനോട് വിതരണം നടത്തിച്ചല്ലോ. അവിടെ പറഞ്ഞ VD സതീശൻ എന്നാ പറഞ്ഞത്? കസ്തൂരിരംഗൻ കാർഗിൽ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള താല്പര്യം എടുത്ത PT തോമസ് ഉൾപ്പെടെ എടുത്തു. അതിനടുത്ത് എന്താ? ഇടുക്കി ജില്ലയെ വനഭൂമിയാക്കാൻ വേണ്ടി പണ്ടേ അച്ചാരം വാങ്ങിയിട്ടുള്ളത് കോൺഗ്രസ്സാണ്. നാൾ വഴികളിലൂടെ പരിശോധിച്ച് അത് കാണാം. അതിൻ്റെ പുതിയ അവതാരമാണ് ഇപ്പം D. കുര്യാക്കോസ് എന്നപ്പുറമില്ല.